ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീനിനെ കുറിച്ചാണ്. ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ എ ഡി എൻ എൻ്റെ മുകളിലുള്ള ന്യൂക്ലിയോടൈഡ്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസിനെ പറയുന്നതാണ് ജീൻ എന്ന്. Proteins which are synthesized according to the instruction of genes are responsible for the formation of characteristic feature and for controlling metabolic activities. അതായത് നമ്മളെ ശരീരത്തിലുള്ള മെയിനായിട്ട് നടക്കുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നതും എല്ലാം പ്രോട്ടീൻസാണ്. നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസാണ്. ഈ പ്രോട്ടീൻസ് ഉണ്ടാവുന്നത് ജീൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഈ പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. ആ ജീനിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഉണ്ടാവുന്ന പ്രോട്ടീനാണ് പിന്നീട് ഒരാളുടെ സ്വഭാവത്തിനെയും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും റെസ്പോൺസിബിൾ ആകുന്നതും. നമ്മളിവിടെ ഡി എൻ എൻ്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും വരുന്നത്. ക്രോമസോം ഉണ്ട്. ക്രോമസോമിൽ എങ്ങനെയാണ് ഡി എൻ എ അറേഞ്ച് ചെയ്യുക എന്നുള്ളതുണ്ട്. അതിൽ ജീൻ എന്നുള്ളത് എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ട് ടൈപ്പ് ജീനിനെ, അതായത് ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസ് ATCG എന്നുള്ള അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ, ഇവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസും ജീനിലുള്ള അറേഞ്ച്മെൻറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ദ ന്യൂക്ലിക് ആസിഡ് RNA ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അതായത് രണ്ട് തരം ന്യൂക്ലിക് ആസിഡ്സ് ആണ് നമുക്കുള്ള DNA-യും RNA-യും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. അതിൽ RNA എന്ന് പറയുന്നതും ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സിന്തസിസ് ഓഫ് പ്രോട്ടീനിൽ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്നുണ്ട്. ഇവിടെ ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു RNA-ൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ. DNA-യും RNA-യും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RNA-യും DNA-യും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് DNA-യിൽ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ എന്നുള്ള അറേഞ്ച്മെൻ്റ് ആണ് DNA-യിൽ എന്നുണ്ടെങ്കിൽ RNA-യിൽ വരുന്നത് അഡിനിൻ തൈമിന് പകരം യുറാസിലാണ്, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇതാണ് മേജർ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് RNA എന്ന് നോക്കാം. RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA ഈസ് അനദർ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് സിമിലർ ടു DNA. മനസ്സിലായി കാണുമല്ലോ. DNA പോലെ തന്നെ അനദർ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡാണ്. ദേ ആർ ഓൾസോ മേഡപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ട് തന്നെയാണ്. ഈച്ച് ഓഫ് ദ ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻസ് എ റൈബോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജനസ് ബേസ്. DNA പറഞ്ഞ അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും. ഒരു റൈബോസ് ഷുഗർ ഉണ്ടായിരിക്കും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു നൈട്രജൻ ബേസും ഉണ്ടായിരിക്കും. The nitrogen bases in RNA are adenine, guanine, uracil and cytosine. Difference is uracil instead of thymine. Most of the RNAs have single strand. അതും ഒരു മേജർ പോയിൻ്റ് ആണ്. മേജർ പോയിൻറ്റ്സ് എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, യുറാസിൽ കാണപ്പെടുന്നുണ്ട്. ഇതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ DNA-ൻ്റെയും RNA-ൻ്റെയും ഡിഫറൻസ് കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സും ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂളും നൈട്രജൻ ബേസൊക്കെ വെച്ചിട്ട്. അതായത് ഇവിടെ വരുന്നത് എഴുതി നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് DNA-യിൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് ഡബിളാണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ് DNA എന്ന് പറയുന്നത്. RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇനി ടൈപ്പ് ഓഫ് ഷുഗർ പറയുമ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ ഇവിടെ റൈബോസ് ഷുഗറാണ് വരുന്നത്. ഡിയോക്സി ഇല്ല, റൈബോ ന്യൂക്ലിക് ആസിഡാണ്, റൈബോസ് ഷുഗറാണ് വരുന്നത്. ഇവിടെ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ അഡിനിൻ യുറാസിൽ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിനാണ്. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിലേക്ക് പോവാം. Protein synthesis. Have you understood that the proteins are synthesized as a result of the action of genes? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ജീനിൻ്റെ ആക്ഷൻ വഴിയാണ് നമുക്ക് ശരീരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. ആ പ്രോട്ടീനാണ് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. പ്രിപ്പയർ എ നോട്ട് ഓൺ വേരിയസ് സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ബൈ അനലൈസിങ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ട്രാൻസ്ക്രിപ്ഷനാണ്. അതായത് ഇതിൻ്റെ സ്റ്റെപ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മൾ പറയുന്നത്.
ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യമായിട്ട് നോക്കാം. mRNA is formed from a specific nucleotide sequence in a DNA with the help of various enzyme. അതായത് വ്യത്യസ്ത തരത്തിലുള്ള എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഡി എൻ എയിലുള്ള ഒരു ജീന്, ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസിൽ നിന്ന് ഒരു mRNA ഫോം ചെയ്യുന്നു. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ഡി എൻ എ എന്ന് പറയുന്നത്. ഈ ഡി എൻ എനകത്ത് ഈ ഭാഗത്ത് ഒരു ജീൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആ ജീനിനെ മാത്രം എടുത്ത് വരയ്ക്കുകയാണ്. ആ ജീനിനെ മാത്രം എടുത്ത് വരയ്ക്കുകയാണ്. ഇതാണ് ആ ജീന്. ആ ജീനിൽ നിന്ന് ഇതാണ് ആ ജീൻ. ഈ ജീനിൽ നിന്ന് ഒരു mRNA ഫോം ചെയ്യാണ്. mRNA ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ദ mRNA കണ്ടെയ്ൻസ് മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഇതാണ് ഒരു പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് കൊണ്ടുപോകുന്നത്. അതിനാണ് മെസ്സഞ്ചർ RNA എന്നാണ്. അതിനാണ് നമ്മൾ ഷോർട്ടായിട്ട് mRNA എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് tRNAs, ട്രാൻസ്ഫർ RNAs, carry specific amino acid to the ribosome based on the message in the mRNA that has reached the ribosome from the nucleus. ന്യൂക്ലിയസിനകത്തുള്ള റൈബോസോം, ഇതൊരു ന്യൂക്ലിയസ് ആണെങ്കിൽ ഇവിടെ ഒരു റൈബോസോം ഉണ്ടായിരിക്കും. ഈ റൈബോസോമിൻ്റെ അടുത്തേക്ക് ഒരു mRNA വന്നിട്ട് അവിടെ ഒരു മെസ്സേജ് പാസ് ചെയ്യും. ആ മെസ്സേജിനനുസരിച്ചിട്ട് tRNAs, ട്രാൻസ്ഫർ RNAs എന്ത് ചെയ്യും? അമിനോ ആസിഡിനെ റൈബോസോമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. നമുക്ക് വരച്ച് നോക്കാം. ഇതാണ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡിനെ കൊണ്ടുവരുന്ന വണ്ടിയാണ് tRNA. ഇതാണ് tRNA. ഈ tRNAs അമിനോ ആസിഡ്സിനെ റൈബോസോമിനടുത്തേക്ക് കൊണ്ടുവരും. ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ആ റൈബോസോമിനടുത്ത് വെച്ച് എന്ത് ചെയ്യും? അമിനോ ആസിഡ്സ് കൂടിയിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ്റെ ബേസിക് സ്ട്രക്ചറാണ് അമിനോ ആസിഡ്സ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ന്യൂക്ലിയസിനകത്ത് ജീനും ഡി എൻ എയും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ജീനും ഡി എൻ എയും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ജീനിനകത്ത്, നമ്മുടെ ന്യൂക്ലിയസിനകത്ത് റൈബോസോം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ റൈബോസോമിനകത്തേക്ക് ഒരു mRNA വരും. ഇവിടെയുള്ള mRNA, ഈ mRNA ആദ്യം തന്നെ ന്യൂക്ലിയസിനകത്തേക്ക് വരികയാണ്. ന്യൂക്ലിയസിനകത്ത് വന്നിട്ട് റൈബോസോമിനടുത്ത് നിൽക്കും. എന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത് എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യും. ആ മെസ്സേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ tRNA, ട്രാൻസ്ഫർ RNA വരും. ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ RNA കണക്കാക്കേണ്ടത്. അവരെന്ത് ചെയ്യും? ഒരുപാട് അമിനോ ആസിഡ്സിനെ കളക്ട് ചെയ്ത് റൈബോസോമിനടുത്തേക്ക് കൊണ്ടുവരും. റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവുക. ഈ tRNAs എന്ത് ചെയ്യും? കൊണ്ടുവന്നിട്ടുള്ള അമിനോ ആസിഡ് റൈബോസോമിൽ വെച്ചിട്ട് മെസ്സഞ്ചർ RNAൻ്റെ മെസ്സേജ് പ്രകാരം കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ആയിട്ട് മാറും. അത്രയും കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്ത് ചെയ്തു? നമ്മൾ പ്രോട്ടീൻ സിന്തസിസിലുള്ള സ്റ്റേജസ് പഠിച്ചു, ന്യൂക്ലിയസിനടുത്ത് നടക്കുന്ന പ്രോസസ്സ് പഠിച്ചു, സൈറ്റോപ്ലാസത്തിലുള്ള പ്രോസസ്സും നമ്മൾ പഠിച്ചു. അതനുസരിച്ച് നമുക്കൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്